വിശകല പരത്തിയ വർഗീയതയ്ക്ക് നന്ദനം നന്ദനം വന്ദനം വന്ദന ദും ദും ദും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് നന്ദഗോവിന്ദം ഭജൻസ് വേറെ കുറച്ച് വർഗീയത ടീമുകളെ പറ്റിയാണ്. നന്ദഗോവിന്ദം ഭജൻസ് കഴിഞ്ഞ ഏപ്രിൽ 14 ഒരു അമ്പലത്തിൽ പോയി ഒരു പാട്ട് പാടിയടേ. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു ക്ഷേത്രത്തിൽ മറ്റൊരു മതസ്ഥന്റെ പാട്ട് പാടുന്നത്, ആദ്യമായിട്ടല്ല. പക്ഷെ നന്ദഗോവിന്ദം ഭജൻസ് പാടിയപ്പോൾ അത് പ്രശ്നമായി, വർഗീയതയായി, അത് വേറെ തരത്തിലോട്ട് വളച്ചൊടിക്കലായി. അപ്പൊ നമുക്ക് കഥയിലോട്ട് വരാം. നന്ദഗോവിന്ദം ഭജൻസിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കേരളത്തിലെ മോസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഭജൻ ടീംസ് ആണ്. ഭജനയെ വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോയ ഒരു ടീമാണ്. ഇവർ വന്നതിന് ശേഷം ഇവരുടെ ഒരു വിന്നിംഗ് ഫോർമുല പിന്തുടർന്ന് കുറെ ടീംസ് വന്നു. ക്യൂട്രസ് വാരി എതിർന്ന കുറെ ടീംസിനെയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പൊ ഏപ്രിൽ 14 നട്ടാശ്ശേരി വേമ്പിൻ കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായിട്ട്, പുനർനിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പബ്ലിസിറ്റി ഒക്കെ വേണമല്ലോ, അതിന്റെ ഭാഗമായിട്ട് ഈ നന്ദഗോവിന്ദം ഭജൻസിനെ വിളിച്ചു വരുത്തി ഒരു ഭജന അങ്ങോട്ട് നടത്തി. ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ മെയിൻ ഗായകനായിട്ടുള്ള നവീൻ, പുള്ളിയുടെ നാടാണ്, പുള്ളി അവിടെ കളിച്ച് പഠിച്ച് വളർന്ന വ്യക്തിയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആ നാട്ടില്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും കൂടെ വളരെ ഒത്തൊരുമയോടെ കൂടി പോകുന്ന ഒരു നാട്. ആ അമ്പലത്തിന്റെ ഈ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ ഈ പ്രോഗ്രാമിന് ഒരുപാട് ഹെൽപ്പ് ചെയ്ത തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഗ്രൗണ്ടിലാണ് ഈ പ്രോഗ്രാം കാണാൻ വരുന്ന ആളുകളുടെയൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായി കൊടുത്തത്. മാത്രമല്ല, ഈ അമ്പലത്തിന്റെ ദേശവിളക്ക് സമയത്ത് പള്ളിയിലും വിളക്ക് തെളിയിക്കാറുണ്ട്. അങ്ങനെ ഇവർ ഭയങ്കര ജോയിന്റ് ആയിട്ട് പോകുന്ന ഒരു നാടടെ. ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്തുകൊണ്ട് ഏറെ കയറി ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഈ ഭജന തുടങ്ങുന്നതിന് മുമ്പ് ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതും പ്രോപ്പറായിട്ടുള്ള ഡിസ്ക്ലൈമർ, എന്തുകൊണ്ട് ഞങ്ങൾ ഈ പാട്ട് ഇവിടെ പാടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പാട്ട് അവിടെ പാടുന്നത്. അത് ഏത് പാട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടാണ്. ഈ പരദേവനഹോ നമുഹ പറഞ്ഞു തുടങ്ങുന്ന യേശുദാസ് പാടിയ, ഈ യൂട്യൂബിൽ 11 കൊല്ലമെന്നാണ് കാണിക്കുന്നത്, ഈ പാട്ടാണ് പാടിയേക്കുന്നത്. സീരിയസ്ലി ഈ പാട്ട് ഇപ്പോൾ റീല് വഴി ഹിറ്റായ ഒരു പാട്ടാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാന്ത എന്ന് പറയുന്ന ഒരു ടീം ഈ പാട്ടിന്റെ വേറൊരു വെർഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കയറ്റി ഒരു ജാസ് വെർഷൻ, ഒരു ടൈപ്പ് ഓഫ് റീമിക്സ് വെർഷൻ. അത് ഭയങ്കര ഹിറ്റാണ്. ആ പാട്ട്. അപ്പോഴാണ് ഈ പാട്ട് ആളുകൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത്. മാത്രമല്ല, ഈ പാട്ടിനൊരു ഹിന്ദു ടച്ചാണ്. ഈ പാട്ട് ആദ്യം കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ഏതെങ്കിലും ഒരു നമ്മുടെ ഹിന്ദു ദൈവത്തിന്റെ പാട്ടാണ് എന്നുള്ളതാണ്. പിന്നീട് ഇത് ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരു യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് യേശുദാസിന്റെ പടവും വെച്ചിട്ട് ദാണ്ട് ഈ ഒരു സാധനം കാണുന്നത്. അന്നേരമാണ് മനസ്സിലായത് ഇതൊരു ക്രിസ്തീയ സോങ് ആണെന്ന് തന്നെ. പക്ഷേ ഏത് ദൈവത്തിന്റെ സോങ് ആണെങ്കിലും പാട്ട് കിടിലമാണ്. എനിക്ക് തോന്നുന്നു ഈ പാട്ട് ഇപ്പോഴാണ് അതൊരു ക്രിസ്ത്യൻ സോങ് ആണെന്ന് തന്നെ പലരും മനസ്സിലാക്കിയത്. ഈ ഇഷ്യൂവിന് ശേഷമാണ് ഇത് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ റീൽസ് ഒക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ അമ്പലത്തിന് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കാവടി തുള്ളുമ്പോഴും മറ്റേ ജീവ തുള്ളുമ്പോഴും ഒക്കെ ഈ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തുകൊണ്ടാണ് പല റീൽസും പോസ്റ്റ് ചെയ്തേക്കുന്നത് തന്നെ. അപ്പൊ ഈ പാട്ട് പാടിയെന്നും പറഞ്ഞിട്ട് കുറെ വർഗീയവാദികൾ അമ്പലത്തിൽ ക്രിസ്ത്യൻ പാട്ട് പാടാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഇറങ്ങി അമ്പലത്തിൽ ക്രിസ്ത്യൻ പാട്ട് പാടാൻ പറ്റും. അത് മറ്റെടുത്ത പരിപാടിയാണ്. എന്തൊരു വിഷമാണ് തീണ്ടിക്കൊണ്ടിരിക്കുന്നത് ഈ നാട്ടില്. ആലോചിച്ച് നോക്ക്, ഇത്രയും നാളില്ലാത്ത കുത്തിക്കഴയാണ് ഇവറ്റകൾക്ക് ഇപ്പോ. ഈ നന്ദഗോവിന്ദം ഭജൻസ് പാടിയ പാട്ട് ഞാനൊന്ന് വെക്കാം. ആദ്യം അവരെന്താണ് പാടിയത് നിങ്ങളൊന്ന് കേൾക്കണമല്ലോ, അവർ പറഞ്ഞെന്താണ് നിങ്ങളൊന്ന് കേൾക്കണമല്ലോ. ഇവിടെ നമ്മൾ തൊട്ടടുത്താണ് നമ്മളുടെ ഇവിടുത്തെ ചർച്ച, നമ്മുടെ പള്ളി വളരെ ക്ലോസ് ആണ്, കാണുമ്പോൾ തന്നെ അറിയാം. അവര് പറഞ്ഞു എന്ത് സൗകര്യം വേണം, വേണമെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം ഇവിടെ വേണമെന്ന് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗുണം ഭയങ്കര ഹാർമണിയാണ്. ഞാൻ LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ തന്നെ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസം ഉണ്ട് നമുക്ക് ദേശവിളക്ക്. ഇപ്പോൾ ദേശവിളക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടെ ഉണ്ടാവും, ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ അല്ലേ.
കേട്ടല്ലോ, അത്രയും മതസൗഹാർദ്ദമായിട്ട് പള്ളിയും അമ്പലവും ഒരുമിച്ച് പോകുന്ന ഒരു നാട്, അമ്പലത്തിന് വേണ്ടി അത്രയും സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത അവർക്ക് വേണ്ടിയിട്ട് ഒരു നന്ദി സൂചകമായിട്ട് പാടിയ ഒരു പാട്ടിനകത്ത് വരെ വർഗീയത കുത്തി കയറ്റുന്ന ശശികലയെ പോലുള്ള വിശകല പറഞ്ഞ കാര്യം കേൾപ്പിക്കാം. നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ടുള്ളത് അടുക്കളക്കാരിയല്ലേ, ഞങ്ങളൊക്കെ ഒന്നല്ലേ, ഞങ്ങളെ അടുക്കളക്കാരി ഞങ്ങളൊക്കെ ഒന്നല്ലേ അവരെയൊക്കെ ഗ്രൂപ്പിൽ ചേർത്ത്, നന്ദഗോവിന്ദം ഭജൻസ് ഇവരെയും ഗ്രൂപ്പിൽ ചേർത്ത്. അവര് പോലും അറിഞ്ഞില്ലേ ഇവരുടെ ഗ്രൂപ്പിൽ ചേർന്നത്. ഞങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും സാധാരണ കുട്ടികളുടെ ചില ശരികേടുകൾ പറ്റിയാല്, അതെ വീട്ടില് കുട്ടികളെ വർഗീയത പഠിപ്പിക്കുന്ന അമ്മമാരെയാണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. അല്ലേ? അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് പറയണല്ലോ, അത് അമ്മമാരുടെ ഒരു പങ്കാണ്, കടമയാണ്. അങ്ങനെ വേണ്ടിയിരുന്നില്ല, അവരെല്ലാ മോനെ അങ്ങനെ വേണ്ടിയിരുന്നില്ല. മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും കണ്ടു കഴിഞ്ഞാൽ വർഗീയത തൂറിയറിയണം എന്നാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, കുട്ടികൾ ആസ്വദിക്കുന്നയാളാ ഞാൻ. പക്ഷെ ഒരു ക്ഷേത്രത്തിനകത്ത് മറ്റൊരു ഭക്തിഗാനം, അതേപോലെ തന്നെ പള്ളിയിൽ ഹിന്ദു ഭക്തിഗാനവും വേണ്ട. ക്ഷേത്രത്തിനകത്ത് ഒന്നാമതേ അത് പ്രോഗ്രാം നടന്നത് ക്ഷേത്രത്തിന് വിളിക്കാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശശികലെ, എന്തുകൊണ്ട് നന്ദഗോവിന്ദം ഭജൻസ് പാടിയപ്പോൾ നിങ്ങൾക്ക് പൊട്ടി? പാലാപ്പള്ളി എന്ന് പറയുന്ന കടുവയ്ക്കകത്ത് പാട്ട് അത് പാടാത്ത ഏതെങ്കിലും ഒരു ഗാനമേള നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ അടുത്തിടയ്ക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. അമ്പലത്തില്, നമ്മുടെ തൊട്ടടുത്തുള്ള പല അമ്പലങ്ങളിലും പല ഗാനമേള ട്രൂപ്പും വരുന്ന സമയത്ത് ഈ പാട്ട് മസ്റ്റാണ്. ഇതൊരു പാട്ട്, വേറെയും ഉണ്ട് പാട്ടുകൾ. മുസ്ലിംസിന്റെ പാട്ടുകളുണ്ട്, ക്രിസ്ത്യൻസിന്റെ പാട്ടുകളുണ്ട്. ഗാനമേളയ്ക്കടക്കം പല ജാതിക്കാരുടെ പാട്ട് പാടുന്നുണ്ട്. അതും അമ്പലത്തിന്റെ ഗ്രൗണ്ടിലാണ് പാടുന്നത്. അതിനൊന്നും ഇവർക്ക് അതിനൊന്നും കുഴപ്പമില്ല. കാര്യം എന്താ? നന്ദഗോവിന്ദം ഭജൻസിന് ഒരു ഫേസ് വാല്യൂ ഉണ്ട്, ഒരു ന്യൂസ് വാല്യൂ ഉണ്ട്. ഇവരെ പിടിച്ചാൽ മാത്രമേ ആ ന്യൂസ് നിലനിൽക്കത്തുള്ളൂ. ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ബാൻഡിനെ പിടിച്ചു കഴിഞ്ഞാൽ ന്യൂസ് വാല്യൂ കിട്ടൂല, വർഗീയത പരത്താൻ പറ്റത്തില്ല. നന്ദഗോവിന്ദം ഭജൻസിന്റെ ആ ഒരു ന്യൂസ് വാല്യൂ മനസ്സിലാക്കി അവരൊരു പാട്ട് പാടിയപ്പോൾ അതൊരു വിവാദം ഉണ്ടാക്കി വർഗീയതയുടെ വിഷം തുപ്പാനാണ് ഇവര് ശ്രമിക്കുന്നത്. സത്യത്തിൽ ഇവർക്കൊക്കെ എതിരെയാണ് ഈ പറയുന്ന മറ്റേ മത സ്പർദ്ധ വരുത്താൻ ശ്രമിച്ചു എന്നുള്ളതിന് പേര് കേസെടുക്കേണ്ടത്. കുറിക്കല്യാണത്തിന് ഇന്നത് എന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇത്തരം ഒരുപാട് നമ്മൾ പഴയ പല ബുദ്ധിമുട്ടുകളും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടിയിരുന്നില്ല. അത് ഞങ്ങളുടെ മക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ പാട്ട് ആസ്വദിക്കുന്ന ഞങ്ങൾക്ക് അത് വേണ്ടിയിരുന്നില്ല. കാരണം അത് അവർ പാടണം. എനിക്ക് ക്രിസ്തീയ ഭക്തിഗാനമൊക്കെ നല്ല ഇഷ്ടമാണ്, നല്ല ട്യൂണിൽ പാടുന്ന എല്ലാ ക്രിസ്തീയ ഭക്തിഗാനം എനിക്കിഷ്ടമായി, മാപ്പിളപ്പാട്ട് എനിക്കിഷ്ടമാണ്. പക്ഷേ അത് ക്ഷേത്രത്തിലല്ല, അത് പൊതുസ്ഥലത്താവട്ടെ, അവരുടെ വേദികളിലാകട്ടെ, അവർ കാസറ്റാക്കിയിട്ട് നമ്മളൊക്കെ കേൾക്കാം. ഒന്നിനോട് ഒരു തരത്തിലുള്ള അലർജി ഇല്ല. ഇല്ലില്ല, കണ്ടുവിടാതെ മാത്രമേ ഉള്ളൂ, അലർജി ഒന്നുമില്ല. ഇത്രയും നാളും നമ്മുടെ കേരളത്തിൽ കാണാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. എന്നാ പിന്നെ ശബരിമലയിൽ നിന്ന് വാവരെ എടുത്ത് വെളിയിൽ കളയട്ടെ. ശബരിമലയിൽ നിന്ന് നാളെ വേണമെങ്കിൽ അതും ചെയ്യും ഇവര്. വാവരുടെ പണി നോക്കിപ്പോട്ടെന്ന് പറയും. ശബരിമലയിൽ നിന്ന് ആറ്റുകാൽ പങ്കാളിടാൻ വരുന്ന സ്ത്രീകൾക്ക് വെള്ളവും ഭക്ഷണവും ഷെൽട്ടറും കൊടുക്കുന്ന പല പള്ളികളും ഉണ്ട്. എന്നാ പിന്നെ അത് വേണ്ടെന്ന് നോക്കട്ടെ. അതിനകത്തൊന്നും കയറി പിടിക്കൂല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കയറി പിടിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും ഇത് പ്യുവർ വർഗീയതയാണ് ഇവർ പരത്താൻ ശ്രമിക്കുന്നതെന്ന് ആളുകൾക്ക് 100% മനസ്സിലാവും. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു കാര്യമാണ്. പുതുതായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് വർഗീയത പരത്തല്ലെന്ന് തോന്നിയും വേണം, എന്നാൽ വർഗീയ പരത്തിയും വേണം. എത്രയോ അമ്പലങ്ങളും പള്ളികളും ചേർന്ന് അമ്പലത്തിൽ ഉത്സവം നടത്തുന്ന സ്ഥലങ്ങളുണ്ടെന്ന് അറിയോ നമ്മുടെ കേരളത്തിൽ? നിങ്ങളുടെ നാട്ടിൽ തന്നെ കാണും. നിങ്ങൾ കമന്റ് ചെയ്യും അങ്ങോട്ട്. കാസർഗോഡും മലപ്പുറത്തും ഉണ്ട് പല അമ്പലങ്ങളും അമ്പലത്തിന്റെ ഉത്സവ സമയത്ത് പള്ളിക്കാരുടെ സാന്നിധ്യത്തിൽ നടത്തുന്നത്. ഇതിനൊക്കെ പേര് കേട്ട നാടാണ് നമ്മുടെ കേരളം. ആ ഒരു സമ്പ്രദായം, ആ നമ്മുടെ സമത്വവും മതേതരത്വവും ഒക്കെ ഇവർക്ക് പിച്ച് ചീന്തണം. അതിനുള്ള പരിപാടിയാണ്, അതിനുള്ള ഫ്യൂവലാണ് ഈ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു മഹാനിട്ട പോസ്റ്റാണ് ഗുരു വിദ്യാസാഗർ എന്ന് പറഞ്ഞിട്ടുള്ള. ക്ഷേത്രവേദികളിൽ ക്രിസ്തീയ ഗാനങ്ങൾ പാടാൻ ഉപയോഗിക്കരുത്. ഹിന്ദുക്കളുടെ ചിലവിൽ പ്രസക്തി നേടിയ ശേഷം ഹല്ലേലൂയ പാടുന്ന വലിയ തെറ്റാണ് നന്ദ കുന്തിരിക്കം ഭജൻസ്. ഈ അണ്ണൻ ഇട്ട പോസ്റ്റാണ്. ഇങ്ങനെന്തോ വലിയ കുടണ്ടർ എന്നുള്ള രീതിയിലാണ് അണ്ണൻ വന്നിരുന്ന് പണയുന്നത്. ഇങ്ങനെയുള്ള ഈ വർഗീയതവാദികളെയാണ് ഇവിടുന്ന് അടിച്ചാദ്യം പുറത്താക്കേണ്ടത്. സീരിയസ്ലി, നിങ്ങൾ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പരിപാടിയാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത പരിപാടി. ഇവിടുത്തെ മതസൗഹാർദ്ദം ഇല്ലാതാക്കി കഴിഞ്ഞാൽ മാത്രമേ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് ഇവിടെ വളരാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള 1-2 കേസുകൾ നിങ്ങൾ എടുത്ത് നോക്ക്. ഈ വിഷുക്കണി പോസ്റ്റിന്റെ കാര്യം, ഷിയാസ് കരീം അനുമോളും തമ്മിലുള്ള ചെറിയ ഒരു ക്ലിപ്പ്. ഈ സാധനങ്ങളൊക്കെ പാൻ ഇന്ത്യൻ ലെവൽ റീച്ച് ആണ്. കേരളത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ സാധനങ്ങൾ വരെ പാൻ ഇന്ത്യൻ ലെവൽ റീച്ച് ആവണമെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന
ആളുകളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വെറുതെ റീച്ച് ആവുന്നതല്ല, ഇത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എക്സിക്യൂട്ട് ചെയ്ത് റീച്ച് ആക്കുന്നതാണ്. ഇത്രയും നാൾ ഇതുപോലെ റീച്ച് ആവുന്ന പരിപാടി കണ്ടിട്ടില്ല. BJP പോലുള്ള ഒരു പാർട്ടി ഇവിടെ വളർന്നു വരണമെങ്കിൽ ഇവിടുത്തെ മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഈ സാധനം ഇല്ലാതാക്കണം. ഈ പാട്ട് പാടിയ ആളുകൾക്ക് കുഴപ്പമില്ല, പാട്ട് പാടിച്ച അമ്പലത്തിന് കുഴപ്പമില്ല, പാട്ട് കേട്ട ജനങ്ങൾക്ക് കുഴപ്പമില്ല, ഇത് കേട്ടോണ്ടിരിക്കാൻ നമുക്ക് കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. പക്ഷെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത് ഭയങ്കര കുഴപ്പമാണ്. അപ്പോൾ അത് നമ്മുടെ കുഴപ്പമാണോ അതോ അവരുടെ കുഴപ്പമാണോ? അവരുടെ മാത്രം കുഴപ്പമാണത്. ഇത് ഭയങ്കരമായിട്ട് വിവാദമാക്കി. അപ്പം നന്ദഗോവിന്ദ ഭജൻസ് അവരുടെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു കുറിപ്പ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. ഞാനൊന്ന് വായിക്കാം. ഈ പരിപാടി ഒരു ക്ഷേത്ര പുനർനിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു. നിരവധി ആളുകൾ പിന്തുണച്ച ഒരു സംരംഭം. ഈ പരിപാടി അവതരിപ്പിച്ചത് യാതൊരു പ്രതിഫലവും സ്വീകരിക്കാതെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ അവരുടെ പ്രോഗ്രാമിന് അവർ നല്ല രീതിയിലുള്ള ഒരു പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. എത്ര ആണെന്ന് എനിക്ക് വലിയ തിട്ടമില്ല. എനിക്ക് തോന്നുന്നു 8 ലക്ഷം രൂപയെങ്കിലും മിനിമം ഏറ്റവും കുറഞ്ഞ് മേടിക്കുമെന്നാണ് തോന്നുന്നത്. അവര് ഒരു പ്രതിഫലവും മേടിക്കാതാണ് ഈ ഒരു പരിപാടി നടത്തിയത്. ആൻഡ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, പരിപാടിയുടെ ഭാഗമായി സംഘാടകരുടെയും പ്രേക്ഷകരുടെയും അനുമതിയോടെ ഈ സംരംഭത്തിന് പിന്തുണ നൽകിയവർക്കുള്ള ചെറിയൊരു നന്ദി രേഖപ്പെടുത്തലായി ഞങ്ങൾ ഒരു ഗാനം ആലപിച്ചു. ആരുടെയും വിശ്വാസങ്ങളെയോ വികാരങ്ങളെയോ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇത് ആരെങ്കിലും അസ്വസ്ഥരാക്കിയിട്ടുണ്ടെങ്കിൽ ആ വികാരം ഞങ്ങൾ ഹൃദയപൂർവ്വം അംഗീകരിക്കും. സംഗീതം നന്ദിയും ആദരവും ബന്ധവും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായിരുന്നു ഈ നിമിഷത്തിൽ പറയാനുള്ള ഏക ചിന്ത. എല്ലാവർക്കും ആദരവോടെ നന്ദഗോവിന്ദ ഭജൻസ് എന്ന് പറഞ്ഞ് അവർ ചെറിയൊരു കുറിപ്പിൽ ഇതങ്ങ് ഒതുക്കി. പക്ഷേ നമ്മുടെ വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ടെമ്പിൾ ഒരു പോസ്റ്റ് ഇട്ട് ചണ്ണാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ആയിട്ടത്. സീരിയസ്ലി ഈ വർഗീയത തുപ്പിക്കൊണ്ട് വന്നവന്മാരുടെ കണ്ണാക്കി കൊടുക്കുന്ന പോലൊരു പോസ്റ്റ് അവരിട്ടത്. ഇത് വായിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതി വായിച്ചാൽ ഈ പോസ്റ്റ് മനസ്സിലാവത്തോളൂ. ഞാനത് വായിക്കാം. നന്ദഗോവിന്ദം ഭജൻസ് കഴിഞ്ഞ 14-ാം തീയതി ഒരു പ്രോഗ്രാം ഞങ്ങളുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ക്ഷേത്ര പുനർനിർമ്മാണം നടക്കുന്നത് കൊണ്ട് അതിനൊരു പ്രചാരണം എന്ന രീതിയിൽ നന്ദഗോവിന്ദം ഭജൻസ് ഫ്രീ ആയിട്ട് ക്ഷേത്രത്തിന് വേണ്ടി നടത്തിയ പ്രോഗ്രാമാണ്. ഓക്കെ, ഫ്രീ ആയിട്ട് നടത്തിയ പ്രോഗ്രാമാണ്. അത് കുറച്ച് പേർ വളരെയധികം വിവാദത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഒന്നാമതായി ഈ പ്രോഗ്രാം നടന്നത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തല്ല. തന്നെയുമല്ല, ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും അതിന് ഇന്ന മതം എന്നൊന്നും ഇല്ല, എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തിയത്. നന്ദഗോവിന്ദത്തിന്റെ സ്വന്തം തട്ടകം. അവർ വളർന്നത് ഇവിടെ നിന്നാണ്. നവീൻ LKG മുതൽ പഠിച്ചത് ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്. പഠിച്ചത് എല്ലാ വിഭാഗത്തിലുള്ള ടീച്ചർമാരും ഉണ്ട്. അതിനാൽ തന്നെ പ്രോഗ്രാം കേൾക്കാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുപോലെ സഹകരിച്ച് ബനബാഹുല്യം കണക്കിലെടുത്ത് ഫ്രീ പാസോടുകൂടി പ്രോഗ്രാം കൺട്രോൾ ചെയ്ത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും പ്രോഗ്രാം കാണാനും കേൾക്കാനും ജാതി മത ഭേദമന്യേ പാസുകൾ വീട്ടിലെത്തിച്ചിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതിയോ മതമോ നോക്കാതെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിന്റെയും മുസ്ലിംസിന്റെയും വീട്ടിൽ അവർ പാസുകൾ എത്തിച്ചിരുന്നു. അവര് വിളിച്ചിട്ടാണ് ആ പ്രോഗ്രാം കാണാൻ അവിടെ വന്ന ഓരോരുത്തരും വന്നിട്ടുള്ളത്. വിശകലകൾക്കൊന്നും പണയാനില്ലേ. എല്ലാവരും വരികയും പ്രോഗ്രാം കേൾക്കുകയും ചെയ്തു. ഈ അമ്പലത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാ മതസ്ഥരും സഹകരിക്കുന്നുമുണ്ട്. ഇവിടുത്തെ ദേശവിളക്കിന് നമ്മൾ വിളക്ക് കത്തിക്കുന്നതിനോടൊപ്പം ക്രിസ്ത്യാനികളും തിരി തെളിയിക്കാറുണ്ട്. താലപ്പൊലി കടന്നു പോകുമ്പോൾ അവർ വഴിയരികിൽ തിരി തെളിയിക്കുന്നതും എല്ലാ വർഷവും നടക്കുന്നതാണ്. ശശികല ടീച്ചർ ഇതിനെ പറ്റിയൊന്നും പറയുന്നില്ലേ? ഹിന്ദുക്കള് തിരി തെളിക്കും, നീയൊക്കെ എന്തിനാടാ തിരി തെളിക്കുന്നത് ചോദിക്കുന്നില്ലേ? രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകണം ഇതിനെപ്പറ്റി. ദേശവിളക്ക് ഞങ്ങൾ ഹിന്ദുക്കൾ നടത്തിക്കോളാം, ക്രിസ്ത്യന്മാർ നിങ്ങൾ അച്ചായന്മാർ നടത്തണ്ടേ ഒന്ന് പണയുന്നില്ലേടെ? ശശികല ഇങ്ങോട്ട് ഓടിയെന്തോ. അതാണ് ഈ നാട്ടിലെ സമ്പ്രദായവും ഈ നാട്ടിലെ ഏകതയും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലൊരു പ്രോഗ്രാം നടന്നപ്പോൾ അവിടെ നവീനെ പഠിപ്പിച്ച അധ്യാപകരും അവരുടെ സുഹൃത്തുക്കളും സഹപാഠികളും അവരുടെ വീട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഗാനം പാടുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും കണ്ടില്ല. അതൊരു വലിയ അപരാധമായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല. ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെ സൗഹാർദ്ദപരമായി ജീവിച്ചു വരികയാണ്. അങ്ങനെയുള്ള ഈ ദേശത്ത് ഇത്തരത്തിലുള്ള വിവാദം ഇളക്കി വിട്ട നിന്നെ പോലുള്ള നാറികൾ എന്നവർക്ക് എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഇളക്കി വിട്ട് നിലവിലുള്ള സൗഹാർദ്ദത്തെ എല്ലാവരും കൂടി തകർക്കരുത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. സത്യത്തിൽ ഈ ഒരു ടോണിലാണ് അവർ ആ ഒരു പോസ്റ്റ് എഴുതി വച്ചേക്കുന്നത്.
എന്ന് കൺവീനർ. കൊള്ളാം. അവര് അമ്പലക്കാര് നല്ല വെടിപ്പായിട്ടൊരു മറുപടിയാണ് കൊടുത്തേക്കുന്നത്. ഇമാതിരി വർഗീയതയുടെ വിഷം തീണ്ടിക്കൊണ്ട് ആ പരിസരത്തോട്ട് പോകരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരമാണ്. അപ്പൊ പിന്നെ ഒരു ഗാനം പാടിയെന്നും പറഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടയും നടക്കാൻ പോണില്ല. നിങ്ങളിപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു വിഭാഗം നമ്മുടെ നാട്ടിന് വർഗീയത പരത്താൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി ഇവിടെ വർഗീയതയുടെ വിഷം തീണ്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വിഷകരകൾ ശ്രമിക്കുന്നത്. പണ്ട് തൊട്ടേ നമ്മുടെ കേരളത്തിൽ എല്ലാവരും മതസൗഹാർദ്ദത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നതെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. മുൻപും ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് വളരെ ചെറിയ കാര്യങ്ങൾ വരെ, ഒരു ന്യൂസ് വാല്യൂ ഇല്ലാത്ത കാര്യങ്ങൾ വരെ ഊതിപ്പെരിപ്പിക്കുകയാണ്, അടിച്ചേൽപ്പിക്കുകയാണ്. അവർ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നു, ഹിന്ദുക്കളെ മുസ്ലിംസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് തകർക്കാൻ ശ്രമിക്കുന്നു, അവർക്കെതിരെ പോരാടണം എന്നൊരു സാധനം ഇൻജെക്ട് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ്. ഈ സെയിം സാധനം അപ്പുറത്തേക്കുന്ന കുറെ വെടലകളുണ്ട്, അവന്മാരും ചെയ്യുന്നുണ്ട്. ഈ സുഡാപ്പികൾ കുറെ ഉണ്ടല്ലോ, അവന്മാര് രണ്ട് സൈഡിൽ നിന്നും ഉണ്ട്, ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല. എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഇങ്ങനെയുള്ള ടീംസിനെ നിങ്ങളുടെ അടുത്തോട്ടെന്നല്ല, ആ പഞ്ചായത്തിനടുത്തോട്ട് പോലും പ്രവേശിപ്പിക്കരുത്. ഇവിടെ ഇവർക്ക് ഭരിക്കണമെങ്കിൽ ഇവിടുത്തെ മതസൗഹാർദ്ദം തകർത്താലേ പറ്റത്തുള്ളൂ. അതിനുള്ള കൊട്ടേഷൻ വർക്കാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വേറൊരു വീഡിയോ ഇട്ടു തരാം.